ഞാൻ ഈ അവന്തികയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പിന്നെ ഈ ഒരു വിഷയത്തില് രാഹുൽ ഏട്ടൻ 3.5 വർഷമായി അവന്തിക ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്തിക വന്നിരുന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ചാനലുകാരെ എന്നെയും വിളിച്ചു, അവന്തികയുടെ നമ്പർ ചോദിച്ചു വിളിച്ചു. ആ സമയത്ത് എന്നെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചു. പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ്, അവന്തിക സങ്കടപ്പെടുവാണെന്നൊക്കെ പറയുന്ന കേട്ടു. 3.5 വർഷം ഒരാള് മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിനു മുന്നും ഈ 3.5 വർഷത്തിന് മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ, ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് 50,000 രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ 3.5 വർഷവും 4 വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവന്തിക 2 കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 കേസും 50,000 രൂപ മേടിച്ച് സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി, ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, അത്രയും ഒരു യുവ MLA-യെ ഇത്രയും കരിവാരി തേച്ച്, നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. ഞാനും അവന്തികയും ഒരു ബെഡിൽ കിടക്കുമ്പോൾ ഇവര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇന്നലെയും എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ ഇന്നലെ അവന്തികയുമായിട്ട് ബന്ധപ്പെട്ട് അവന്തികയോട് സംസാരിച്ചു. ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവന്തിക പറഞ്ഞു വേറൊരാളോട് ഞാൻ തിരിച്ച് പോസ്റ്റ് ഇടാം. അത് ആ കുട്ടി പറഞ്ഞു, നീ ഇപ്പൊ ചെയ്ത എല്ലാം മണ്ടത്തരമാണ്, ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കരുത്. ഇതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയപ്പോ പറഞ്ഞു. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കുട്ടി അവന്തിക അയാളോട് പറഞ്ഞു, എന്റെ ചാറ്റ് ലീക്കായതാ. ചാറ്റ് ലീക്കാവാൻ വേണ്ടി അവന്തികയുടെ കയ്യിൽ ഒരു തെളിവുണ്ടായില്ല. ഞാൻ ഓൺലൈനിൽ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നു, അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ. ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞ് പിരികേറ്റി വിട്ടതിന്റെ പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ മിക്ക ചാനലിലും വന്ന അവന്തികയ്ക്ക് പേടിയാണ്, അങ്ങനെയാണ്. ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ്, ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. എന്നോടല്ല പറഞ്ഞ്, വേറെ എന്റെ ഒരു സുഹൃത്ത് വഴി, അവന്തികയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്റെ ഏറ്റവും അടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ, അവള് പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അവന്തിക പറഞ്ഞ കാര്യം, ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എന്നോട് ഇതിനകത്ത് പ്രതികരിക്കാൻ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ എഴുതിയിടാം, എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന്. ഇത്രയും ഒരു MLA കരിവാരി തേച്ചിട്ട് എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പോസ്റ്റർ ഇടാൻ തീരുന്ന പ്രശ്നങ്ങളാണോ ഉണ്ടാക്കി വെച്ചത്? അല്ല. അപ്പൊ ഇത് മനഃപൂർവ്വം, ഇപ്പൊ അവന്തിക ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കട്ടത്തിനോട് അവന്തികയ്ക്ക് ക്രഷാണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട്. അവൾ പറയുന്ന വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ പ്രശാന്ത് ശിവനോടും ക്രഷാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസും എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത് മനഃപൂർവ്വം, ഇനിയിപ്പോ നാളെ ആരുടെയൊക്കെ പേരില് ഇതുപോലെ കേസ് കൊടുക്കും. ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുന്നത്. പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റാക്കി വന്നു കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പൊ BJP പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻനിർത്തിയിട്ട് ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ്. ഈ അവന്തിക ഈ പറഞ്ഞ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചതും, ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എന്റെ ഏകദേശം കുറെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ സമയമാവട്ടെ, അതൊക്കെ ഞാൻ പുറത്തേക്ക് വിടാതെ വെച്ചാൽ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം. ഇന്നലെ കിട്ടിയത് മാത്രം ഒരു 10-14 വോയിസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അടുത്ത് നിൽക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആള് വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്യുന്ന ലാഘവത്തോടെ ചെയ്തതാണ്. കൈവിട്ട കളിയായി പോയെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആളെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആദ്യം കൂടെ നിന്ന് ഇതെല്ലാം ഇറക്കി കൊടുത്ത ഒരാളും ഇപ്പൊ കൂടെ ഇല്ല. ഇപ്പൊ ആകെ കിട്ടുന്നൊരു മറുപടി, സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ആളിരിക്കുന്നതെന്നാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്.